വയനാട് കൽപ്പറ്റയിൽ ജനവാസ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടി. കൽപ്പറ്റ പെരുന്തട്ടിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, പുലിയും കടുവയും ഏറ്റുമുട്ടുന്നു അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇന്നലെ രാത്രി ഏകദേശം 10:30യോടെയാണ് സംഭവം നടന്നിട്ടുള്ളത്. കൽപ്പറ്റ പെരുന്തട്ടയിലാണ് സംഭവം നടന്നത്. പുലിയും കടുവയും ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ വന്യമൃഗ ശല്യം രൂക്ഷമായിരുന്നു. ആന ഇറങ്ങിയ ഇതിന്റെ ഭാഗമായി നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ പുലിയെ കണ്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കൂടുകൾ പല സ്ഥലങ്ങളിലായി വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിലൊന്നും തന്നെ പുലി കെണിഞ്ഞിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രി ഏകദേശം 10:30യോടുകൂടി ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അവർ ഈ ശബ്ദം കേട്ട് നാട്ടുകാരുടെ നിലവിളിയും കേട്ട് എത്തിയിരുന്നു. പക്ഷേ വീഡിയോ ദൃശ്യങ്ങളൊന്നും പകർത്താനായില്ല. എന്നാൽ പുലിയും കടുവയും ഏറ്റുമുട്ടുന്നത് എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം പുലിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ആരെങ്കിലും മൊബൈലിലോ മറ്റോ ഇത് പകർത്തുകയോ എന്തെങ്കിലും ചെയ്തോ? എന്തൊക്കെയാണ് അതിന്റെ തെളിവായി? മൊബൈൽ പകർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് പുലിയുടെ എന്ന് സംശയിക്കുന്ന നഖം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോമങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്, ധാരാളമായി പൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ കടുവയും പുലിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരുപക്ഷെ പുലിയാകില്ലേ തോറ്റുപോവുക? കാരണം കടുവ അത്ര വലിയ ജീവിയല്ലേ. എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ കടുവയുടെ സ്വഭാവം വെച്ച് ചില സമയങ്ങളിൽ കടുവ വളരെ ദുർബലമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഏറ്റുമുട്ടലിന്റെ അവരുടെ ടെറിട്ടറിയിൽ മറ്റൊരു കടുവ പ്രവേശിച്ചാൽ ഒക്കെയാണ് കടുവ ജനവാസ മേഖലയിലൊക്കെ അതിൽ നിന്നും ആ ടെറിട്ടറിയിലേക്ക് മറ്റൊരു കടുവ പ്രവേശിച്ചാൽ അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമായി വളരെ അവശ നിലയിൽ ആകുമ്പോഴാണ് ഒരു കടുവ ആ ടെറിട്ടറി വിട്ട് പൊതുവെ ജനവാസ മേഖലയിലൊക്കെ ഇര തേടാനായി എത്തുന്നത്. കാരണം അവർക്ക് പിന്നീട് ഇര തേടാൻ സാധിക്കുകയില്ല. മറ്റ് ജീവികളെ ആക്രമിച്ച് പിടികൂടാനോ അല്ലെങ്കിൽ പിന്നാലെ ഓടി പിടികൂടാനോ സാധിക്കുകയില്ല. അത് പിന്നീട് ജനവാസ മേഖലയിൽ വന്ന് വളർത്തുമൃഗങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നവയെ പിടികൂടി ഭക്ഷിക്കാറാണ് പതിവ്. ആ രീതിയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ഞാൻ ഈ പുലിയുമായിട്ടാണ് അടികൂടിയത് എന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ കടുവ വളരെ ദുർബലനായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പുലി സാധാരണ ആ രീതിയിലല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യമായി വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഒരു കൗതുകം കൊണ്ട് കൂടിയാണ് ചോദിച്ചത്. ശരിയാണ്, അവിടെ ജനവാസ മേഖലയിൽ ഇത്തരം മൃഗങ്ങൾ ഇറങ്ങുന്നു എന്നതിന്റെ ആശങ്കയുണ്ട്. പക്ഷെ എങ്കിലും പുലിയും കടുവയും ഏറ്റുമുട്ടുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഈ വിദേശ ചാനലുകളിലൊക്കെയാണ് അത് കാണുന്നത്. തീർച്ചയായും വലിയൊരു രീതിയിലേക്ക്, അതായത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് വരുന്നു, പുലിയും കടുവയും ഏറ്റുമുട്ടുന്നു. അതായത് അവർക്ക് വിഹരിക്കുന്ന അവരുടെ വിഹാര കേന്ദ്രമായി ജനവാസ മേഖലകൾ മാറുന്നു എന്നുള്ളത് ഒരു വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. 10:30-ക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വനപാലകർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അവർ ഈ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ അവയെ അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ പോകുന്നതിനും കാട്ടിൽ നിന്നും പുതിയ ജീവികൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അജിംഷാദ്. ശരി, ജോഷിലയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കടുവയും പുലിയും ജനവാസ കേന്ദ്രത്തിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് വരുന്നു. അത് നൽകുന്ന വലിയൊരു ആശങ്കയുണ്ട്. കാരണം ഇതൊക്കെ ജനവാസ മേഖലയിൽ ഭീഷണിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ആശങ്ക. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ജോഷില നൽകിയത്.